നമസ്കാരം. ക്ലാസിക് സ്റ്റോറീസ് ബൈ ഷിൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിൻസി ടീച്ചർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് കേട്ടു. ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമായി ദൈവം മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചതും അവർക്കായി ഒരുക്കിയ അത്ഭുത ലോകത്തെക്കുറിച്ചും നമുക്ക് കേൾക്കാം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുള്ളതുമായ പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തതിൻ്റെ പേര് പിഷോൺ. അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേരാണ് ഹിഗോൺ. അത് കുഷ് എന്ന നാടിന് ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിയോ ടൈഗ്രിസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തു കൂടിയാണ് ഒഴുകുന്നത്. നാലാമത്തെ നദിയുടെ പേരാണ് യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളൂ, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ആദം തനിച്ചായിരിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ട ദൈവം അവനെ അഗാധ നിദ്രയിൽ ആഴ്ത്തി. അവൻ്റെ ഒരു വാരിയെടുത്ത് ഒരു സ്ത്രീയെ നിർമ്മിച്ചു. എന്നിട്ട് ആദം ഉണർന്നെഴുന്നേറ്റപ്പോൾ ഈ സ്ത്രീയെ ദൈവം ആദത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവൻ സന്തോഷത്തോടെ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. സന്തോഷത്തോടെ ആദം അവളെ സ്ത്രീ എന്ന് വിളിച്ചു. ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തിരുന്നു, ഓർമ്മയുണ്ടോ? എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്നായിരുന്നു ദൈവം കൊടുത്തിരുന്ന കൽപ്പന. അവർ നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. അവർ ആ തോട്ടത്തിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. എന്നാൽ ആ സന്തോഷത്തിന്മേൽ ഒരു നിഴൽ വീഴാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആ കഥ നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.